നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യഹോവയായ ദൈവം എസ്കേലിനോട് സംസാരിക്കുമ്പോൾ 90-ലധികം പ്രാവശ്യം മനുഷ്യപുത്ര എന്നാണ് സംബോധന ചെയ്യുന്നത്. മനുഷ്യപുത്ര എന്നുള്ള സംബോധന ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പ്രവാചകനാണ് എഹെസ്കേൽ പ്രവാചകൻ. യഹോവയായ ദൈവം എഹെസ്കേൽ പ്രവാചകനോട് സംസാരിക്കുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യഹോവയായ ദൈവം എഹെസ്കേൽ പ്രവാചകനോട് സംസാരിക്കുന്നു. മനുഷ്യപുത്ര, നീ നിവർന്നു നിൽക്കുക എന്ന് യഹോവയായ ദൈവം സംസാരിക്കുകയാണ്. അതിനെ തുടർന്ന് 90-ലധികം പ്രാവശ്യം യഹോവയായ ദൈവം എഹെസ്കേൽ പ്രവാചകനെ മനുഷ്യപുത്ര എന്ന സംബോധന ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവനെ കുറിച്ചുള്ള രേഖകളിലും തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യപുത്രന് എഹെസ്കേൽ പ്രവാചകനെ ദൈവം വിളിക്കുന്നുവെങ്കിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവനെ കണ്ടു എന്ന് പ്രവാചകൻ പറയുമ്പോൾ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു കർത്താവിൻ്റെ സാന്നിധ്യമായിരുന്നു എന്നാണ് വേദശാസ്ത്രികൾ അഭിപ്രായപ്പെടുന്നത്. എഹെസ്കേൽ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അവിടെ നമ്മൾ എന്താണ് നമ്മൾ കാണുന്നത്? അവിടെ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരു രൂപം കണ്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവനെ കണ്ടു എന്ന് ദാനിയേൽ പ്രവാചകൻ പറയുകയാണ്. അവയെല്ലാ ഭാഗങ്ങളിലെല്ലാം മനുഷ്യപുത്രനോട് സദൃശ്യനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് നമുക്ക് ഗ്രഹിപ്പാൻ സാധിക്കുന്നത്. പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യപുത്രൻ എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ സംബോധന ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല ദാവീദിന്റെ പുത്രൻ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല അബ്രഹാമിന്റെ പുത്രൻ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല ദൈവത്തിൻ്റെ പുത്രൻ എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ സുവിശേഷങ്ങളിൽ ഒരു പ്രത്യേകമായ ഒരു പഠനം തന്നെയാണ്. മനുഷ്യപുത്ര എന്ന് എഹെസ്കേലിനെ ദൈവം വിളിക്കുമ്പോൾ അത് ഓരോ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂത് ദൈവം പ്രവാചകനെ അറിയിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് ഗ്രഹിപ്പാൻ ഇടയായിത്തീരുന്നത്. ഓരോ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതേ യഹോവയായ ദൈവം മനുഷ്യപുത്ര നീ കാണുന്നത് തിന്നുക എന്ന് 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഒരു ചുരുൾ എഹെസ്കേൽ പ്രവാചകൻ ഭക്ഷിക്കുന്നു. ഞാൻ വായി തുറന്ന് അവൻ ആ ചുരുൾ എനിക്ക് തിന്നുവാൻ തന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നോട് മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു. അത് വായിൽ തേൻ പോലെ മധുരമായി തീർന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഓരോ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ എഹെസ്കേൽ പ്രവാചകനോട് ദൈവം സംസാരിക്കുകയാണ്. മനുഷ്യപുത്ര, നീ ഇഷ്ടിക എടുത്ത് നിന്റെ മുമ്പിൽ വെച്ച് അതിൽ യെരുശലേം എന്ന നഗരം വരയ്ക്കുക എന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ മനുഷ്യപുത്ര, നീ ഇസ്രായേൽ പർവ്വതങ്ങളെ നേരെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ച് പറയുക എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ത് പച്ചയായ ഒരു മനുഷ്യനോട്, അതേ നമ്മെപ്പോലെ അസ്ഥിയുള്ള, മാംസമുള്ള, ദേഹമുള്ള, ദേഹിയുള്ള, ആത്മാവുള്ള ഒരു മനുഷ്യനോട് ദൈവം സംസാരിക്കുന്ന ഭാഗമാണ് ഇവയെല്ലാം നമ്മൾ കാണുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൻ്റെ
ആ ആലോചന അനുസരിച്ച് ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്: ദൈവത്തിൻ്റെ തേജസ്സിനാൽ നിറയപ്പെട്ട, ചുറ്റപ്പെട്ട, സ്വതന്ത്ര, ഇച്ഛാമയൻ എന്നാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം 26-ാമത്തെ വാക്യത്തിലെ മനുഷ്യനെ കുറിച്ച് വേദശാസ്ത്രികൾ പറയുന്നു. ഒന്നുകൂടി ഞാൻ പറയുകയാണ്: ദൈവത്തിൻ്റെ തേജസ്സാൽ നിറയപ്പെട്ട, സ്വതന്ത്ര, ഇച്ഛാമയൻ. കാരണം യഹോവയായി ദൈവം, ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 26-ാമത്തെ വാക്യം, അനന്തരം യഹോവയായി ദൈവം നാം നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ, മനുഷ്യൻ അനുസരിക്കേണ്ട കാര്യങ്ങൾ, മനുഷ്യന് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, എവിടെ ആയിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയും യഹോവയായ ദൈവം യെഹെസ്കേലിനോട് സംസാരിക്കുകയാണ്. ആ വാചകങ്ങൾ ഒന്നുകൂടും ഞാൻ തുടരുകയാണ്, ഒന്നുകൂടും പറയുകയാണ്: മനുഷ്യൻ ആരാണ്, എന്താണ്, എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, അവൻ്റെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് യെഹെസ്കേൽ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്നത്. മിഖാപ്രവചനം 6-ാം 8-ാമത്തെ വാക്യം നമ്മൾ മനുഷ്യനോട് ബന്ധപ്പെട്ട് താലോലിക്കുന്ന ഒരു വചനമാണ്. മനുഷ്യ, നല്ല എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ദയാതൽപ്പനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധി താഴ്മയോടുകൂടെ നടക്കുവാനും, അല്ലാതെ ദൈവം നിന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നാണ് മിഖാപ്രവാചകൻ 6-ാം 8-ാമത്തെ വാക്യത്തിൽ മനുഷ്യനോട് ചോദിക്കുന്നത്. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടെ നടക്കുക, ദയാതൽപ്പനായിരിക്കുക, ന്യായം പ്രവർത്തിക്കുക എന്ന് മിഖാപ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഒത്തിരി കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന് വിശേഷിപ്പിക്കുന്ന മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞ മൊഴികളിൽ മനുഷ്യൻ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് കർത്താവ് പറഞ്ഞത്? കേൾക്കുന്നവനായിരിക്കണം, ഹിയേഴ്സ്, കേൾക്കുന്നവനായിരിക്കണം. അത് അവൻ നന്നായിട്ട് സംസാരിക്കുന്നവനായിരിക്കണം, സ്പീക്കേഴ്സ് നന്നായിട്ട് സംസാരിക്കുന്നവനാകണം. അവൻ പ്രവർത്തിക്കുന്നവനാകണം, ഡുവേഴ്സ് പ്രവർത്തിക്കുന്നവനാകണമെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു. കേൾക്കേണ്ടതാണ്, കാണേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, ഒക്കെ ആണെങ്കിലും ഡുവേഴ്സ് ചെയ്യുന്നവരാകണമെന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ കർത്താവിൻ്റെ ഒലിമല പ്രഭാഷണമെന്ന് പറയുന്ന മത്തായി സുവിശേഷം 24-ാം അധ്യായം പഠിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം പഠിക്കുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില വാക്കുകൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം വാക്കുകളാണ് കർത്താവ് പറയുന്നത്? W എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരത്തോടുകൂടി ആരംഭിക്കുന്ന 4 കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ പറഞ്ഞു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് മലയാളത്തിൽ അത് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ തന്നെയും വാച്ച്, സൂക്ഷിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. വെയിറ്റ്, കാത്തിരിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. വെയ്ക്ക്, ഉണരുക എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. വർക്ക്, പ്രവർത്തിക്കുക എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. ഒന്നുകൂടി ഞാൻ പറയുകയാണ്: വാച്ച്, വെയിറ്റ്, വെയ്ക്ക്, വർക്ക്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതുപോലെ ദൈവം, യഹോവയായ ദൈവം യെഹെസ്കേൽ പ്രവചനോട് മനുഷ്യപുത്ര എന്ന് വിളിച്ചതിന് ശേഷമായിട്ട് 90-ലധികം പ്രാവശ്യം, വളരെ മനോഹരമായിട്ടുള്ളൊരു പഠനമാണത്, 90-ലധികം പ്രാവശ്യം യെഹെസ്കേൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടും
അതെ, അതിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, എവിടെ ആയിരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനകളാണ് യെഹെസ്കേൽ പ്രവാചകത്തിൽ കാണുവാനിടയായിത്തീരുന്നത്. മനുഷ്യനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഒരു പ്ലാനുണ്ട്, ഒരു മാസ്റ്റർ പ്ലാനുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് പോകുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതേ, ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച സന്ദർഭത്തിൽ തേജസ്സിനാൽ നിടയപ്പെട്ട സ്വതന്ത്ര ഇച്ഛാമയനെന്ന് വേദശാസ്ത്രികൾ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ തേജസ്സിനാൽ മൂടപ്പെട്ടവരായി, ദൈവകൃപയുള്ളവരായി, ദൈവ നടത്തിപ്പുള്ളവരായി ഇരിക്കുവാൻ ഈ ദിവസം, തുറന്നുള്ള ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് സഹായിച്ചട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിനയപൂർവ്വം അവസാനിപ്പിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കടന്നു ഞാൻ പോകും, എന്റെ യേശു വസിക്കും നാട്ടിൽ. നീലാകാശവും കടന്നു ഞാൻ പോകും, എന്റെ യേശു വസിക്കും നാട്ടിൽ.